നമ്മുടെ എല്ലാം വീട്ടിൽ ഇതുപോലെ നിറം മങ്ങിയതോ കീറിയതോ ആയിട്ടുള്ള ഷർട്ടുകൾ ഉണ്ടാവും ഇല്ലേ? പൊതുവേ നമ്മളിതെടുത്ത് ഒന്നുകിൽ കളയും അല്ലെങ്കിൽ കത്തിച്ച് കളയാറാണ് പതിവ്. അപ്പം നമുക്ക് ഈ ഒരു ഷർട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള 5 സൂത്രങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ. തീർച്ചയായും ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ ഷർട്ട് കൈക്കുഴിയുടെ താഴെ നിന്നും ഇതുപോലെ ഒന്ന് ലെവലിന് കട്ട് ചെയ്തെടുക്കാം. കത്രികയൊക്കെ എടുത്ത് കട്ട് ചെയ്യുമ്പം ചിലരെങ്കിലും വിചാരിക്കും ഇനി ഇത് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന്. സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന സൂത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഇപ്പോൾ അതേ നമ്മളൊരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷർട്ടിൻ്റെ ഭാഗം നല്ലതുപോലെ ലെവലിനൊന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ താഴ്ഭാഗവും അതുപോലെ ലെവലിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചില ഷർട്ടുകളുടെ അടിഭാഗം നല്ല ലെവലിലായിരിക്കും സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യേണ്ടതില്ല. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഷർട്ടിൻ്റെ അടിഭാഗം ഒരു ആർച്ച് പോലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അടിഭാഗം കൂടി ഒന്ന് ലെവലിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിനൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് മടക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഷർട്ടിൻ്റെ ബാക്കി ഭാഗം എടുക്കാം. അതിൽ നിന്ന് നമ്മളിനി 2 കൈയും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതും നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്തു നിന്നും ഇതുപോലെ മുകളിലേക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് ഫുൾ സ്ലീവുള്ള ഷർട്ടാണ് കേട്ടോ നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഫുൾ സ്ലീവുള്ള ഷർട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മൾ 2 കൈയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കൈയിൽ നിന്നും കഫിൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്തെടുക്കുമ്പം കറക്റ്റ് ലെവലിലൊന്നും ആവണമെന്നില്ല കേട്ടോ. നമുക്കറിയാവുന്ന രീതിയിൽ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ 2 കഫിൻ്റെ ഭാഗം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് മടക്കി മാറ്റി വെക്കാം. ഈ കട്ട് ചെയ്തെടുത്ത ഓരോ പീസും വെച്ച് നമ്മൾ ഓരോ ടിപ്പുകളാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഷർട്ടിൽ നിന്ന് ആ കോളറിൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. ഈ ഷർട്ട് കുറച്ച് പഴകിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കോളർ നല്ലതുപോലെ ചുളിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ അതൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ആ കോളറിൻ്റെ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ കോളറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ കോളറിൻ്റെ പടി കൂടി നമ്മൾ കട്ട് ചെയ്ത് 2ആയിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നടുക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് അതും ഒന്ന് മടക്കി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഷർട്ടിൽ നിന്ന് എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനം ഇത്രയും മാത്രമാണ് നമുക്ക് വേസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഭാഗങ്ങളും ഉപയോഗിച്ചിട്ട് എന്താണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇൻസൈഡ് ഔട്ടായിട്ട് ഒന്ന് തിരിച്ചിടുന്നുണ്ട്. അതിലെ ബട്ടൺസുകളെല്ലാം അകത്ത് വരത്തക്ക രീതിയിൽ ഇതുപോലെ ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന 2 ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. തയ്യൽ അറിയാവുന്നവർക്കാണെങ്കിൽ ഒരു റണ്ണിങ് സ്റ്റിച്ച് അടിച്ചു കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടണുകളൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റിച്ചിൻ്റെ ഭാഗം അകത്ത് വരത്തക്ക രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിവിടെ ഒരു പില്ലോ കവറാണ് തയ്യാറാക്കിയെടുത്തത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് ഇതുപോലെ വേസ്റ്റാക്കി കളയുന്ന ഷർട്ടുകളുണ്ടാവും. അത് ഇതുപോലെ നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലനായിട്ട് നമുക്ക് പില്ലോ കവറായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇതിലേക്ക് നമുക്ക് പില്ലോ കവർ വെക്കാനും അതുപോലെ തന്നെ കഴുകാനായിട്ട് എടുക്കാനുമൊക്കെ വളരെ എളുപ്പമാണ്. കുറച്ച് ക്രിയേറ്റിവിറ്റിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇതിന് മുകളിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ച് വെക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് സെറ്റിയിലൊക്കെയുള്ള കുഷനുകൾക്കും കവറുകൾ തച്ചിടാവുന്നതാണ്. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പില്ലോ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര സ്റ്റൈലനായിട്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ നോക്കിയേ. ആരും കണ്ടാൽ പറയില്ല നമ്മൾ കളയാനായിട്ട് വെച്ചിരുന്ന ഷർട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പില്ലോ കവർ തയ്യാറാക്കിയതെന്ന്.
അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ ബാക്കി ടിപ്പുകൾ കൂടി കണ്ടു നോക്കാം. രണ്ടാമത്തെ ടിപ്പ് നമ്മൾ മിക്കവരും വീട്ടിൽ ചെയ്യുന്ന ഒന്നാണ്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുമാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കോളറിൻ്റെ ഭാഗമുണ്ടല്ലോ, അതിൽ നിന്ന് ബട്ടൺ ഉള്ള ഭാഗം നമുക്ക് എടുക്കണം. അതുപയോഗിച്ചാണ് നമ്മൾ രണ്ടാമത്തെ ടിപ്പ് ചെയ്യുന്നത്. ഇതുപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മുടെ എല്ലാം വീട്ടിലെ അയൺ ബോക്സിൻ്റെ വയർ മിക്കപ്പോഴും വല്ലാണ്ട് മെസ്സി ആവാറുണ്ടല്ലേ. അത് നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വയർ നല്ലതുപോലെ ഒന്ന് ഈ ഒരു രീതിയിൽ മടക്കി എടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ അയൺ ബോക്സിൻ്റെ വയർ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കെട്ട് വീഴാണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം നല്ല പോലെ തന്നെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത കോളറിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ ഇതിനുള്ളിലൂടെ കയറ്റി നല്ല പോലെ ടൈറ്റാക്കി എടുത്തിട്ട് നമുക്ക് ബട്ടൺ ഇട്ട് വെക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന 2 കൈയുടെ ഭാഗമാണ് എടുക്കുന്നത്. ഈ 2 കൈയുടെ ഭാഗത്തിൻ്റെയും സ്റ്റിച്ച് വരുന്നൊരു ഭാഗമുണ്ടല്ലോ, ഒന്നുകിൽ നമ്മൾ ആ സ്റ്റിച്ച് ഇളക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം ഇതുപോലെ കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ നമുക്ക് വിടർത്തിയെടുക്കണം. 2 കൈ ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കൈയുടെ മുകളിൽ മറ്റൊരു കൈ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത ഷർട്ടിൽ കൈ മടക്കി വെക്കാനായിട്ട് ഒരു ബട്ടൻ്റെ ഭാഗമുണ്ടായിരുന്നു, അതുകൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് ആദ്യം 2 കൈയുടെ ഭാഗത്തും ഒന്ന് അടിച്ച് സെറ്റാക്കി കൊടുക്കണം. അതിനുശേഷം ആ കൈയുടെ ഭാഗം ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് 3 ഭാഗവും നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ആക്കി എടുക്കണം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ ഒന്ന് അകത്തേക്ക് മടക്കി അടിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളൊരു സഞ്ചിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പം പല സ്ഥലങ്ങളിലും കർക്കശമായിട്ട് പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സഞ്ചികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കും നല്ലതാണ്, അതുപോലെ തന്നെ പ്രകൃതിക്കും നല്ലതാണ്. നമ്മൾ അടിച്ചു കൊണ്ടുവന്ന ആ സഞ്ചി ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കിടിലനായിട്ടുള്ളൊരു സഞ്ചി തന്നെയല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊരു കാത് കൂടി ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ കോളറിൻ്റെ ഭാഗം 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതിലേക്ക് പിടിപ്പിച്ച് കൊടുത്താൽ മതി. കോളറിൻ്റെ ഭാഗമാകുമ്പം അത്യാവശ്യം നല്ല കട്ടിയും ഉണ്ടാകും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു സഞ്ചിയിൽ വാങ്ങിക്കൊണ്ട് വരാനും കഴിയും. ഇപ്പം നമ്മൾ സഞ്ചിക്ക് 2 കാത് കൂടി തച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സഞ്ചിയിൽ വാങ്ങിക്കൊണ്ട് വരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിത് മാർക്കറ്റിൽ കൊണ്ടുപോകുമ്പോൾ പഴയ ഷർട്ട് ഉപയോഗിച്ചിട്ടാണ് തച്ചെടുത്തതെന്ന് ആരും കണ്ടാൽ പറയുകയില്ല. അത്രയ്ക്ക് കിടിലനായിട്ടാണ് നമ്മൾ സഞ്ചി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാനും പറ്റും. ഇങ്ങനെയൊന്ന് മടക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗിനുള്ളിൽ സൂപ്പറായിട്ട് ഇത് ഇരുന്നു കൊള്ളും. മാത്രമല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ വാങ്ങിക്കൊണ്ട് വരാനും കഴിയും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കൈയുടെ അടിഭാഗം ഉണ്ടല്ലോ, ആ ഒരു കഫിൻ്റെ ഭാഗം, അത് ഉപയോഗിച്ചിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ഈ 2 കഫിൻ്റെ ഭാഗവും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ നടുക്ക് കൂടി ഒന്നുകൂടെ ഒന്ന് വിടർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം കഫിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അതിനുശേഷം നമ്മൾ ബട്ടൺ വരുന്ന ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിൻ്റെ 2 സൈഡും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ കഫ് ഉപയോഗിച്ചിട്ട് ഒരു പേഴ്സാണ് തച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ പേഴ്സ് തച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ പേഴ്സ് തച്ച് വന്നപ്പം നിങ്ങൾ തയ്ക്കുന്ന ടൈമിൽ ഈ ബട്ടൻ്റെ ഭാഗം താഴെ വരത്തക്ക രീതിയിൽ വെച്ച് തച്ചെടുത്താൽ മതി. ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്നാണ് ഇത് സ്റ്റിച്ച് ചെയ്തത്, അപ്പം പറ്റിപ്പോയതാണ് കേട്ടോ. ഈ ഒരു പേഴ്സിനുള്ളിൽ നമുക്ക് ചില്ലറകൾ, അതുപോലെ തന്നെ നമ്മൾ തലയെ കുത്തുന്ന സ്ലൈഡ്, പൊട്ടൊക്കെ തന്നെ നമുക്ക് ഇട്ട് വെക്കാനായിട്ട് പറ്റും. ബട്ടൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സെക്യൂർഡായിട്ട് വെക്കാനും നമ്മുടെ ഹാൻഡ് ബാഗിനുള്ളിൽ സൂക്ഷിക്കാനും ഒക്കെ കഴിയും. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു.
ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ ഈ കാണിച്ച ടിപ്പുകളിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ടിപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ആ ഒരു സഞ്ചി തച്ചെടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം നമ്മുടെ അഞ്ചാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്തതുപോലെ ഒരു ഷർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം കാണിച്ച ടിപ്പ് തന്നെയാണ് നമ്മൾ പില്ലോ കവർ തയ്യാറാക്കിയില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ തച്ചെടുക്കുന്നത്. പക്ഷേ അതിൽ ചെറുതായിട്ട് നമ്മളൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ളിൽ വേറെ കുറച്ച് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. എല്ലാം അതേപോലെ തന്നെയാണ് കേട്ടോ. മുകൾ ഭാഗവും താഴ്ഭാഗവും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കട്ട് ചെയ്ത ഭാഗം നല്ലതുപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 4 കോർണറും ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും. ആ ഒരു സ്പേസിലേക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും കഴിയും. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉപയോഗിക്കാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ അലമാരയിൽ കുത്തി നിറച്ചിട്ട് ഒട്ടും സ്ഥലമില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു ടിപ്പ് ശരിക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഡെയിലി ഉപയോഗിക്കാത്ത ബെഡ്ഷീറ്റുകൾ, അതുപോലെ തന്നെ കാർപ്പറ്റുകൾ, വിൻഡോയുടെയൊക്കെ കർട്ടനുകൾ ഒക്കെ ഈ ഒരു പൗച്ചിനുള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. ഒരുപാട് സാധനങ്ങൾ ഇതിനുള്ളിൽ നമുക്ക് വെക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഇതിനുള്ളിലേക്ക് എത്രത്തോളം ബെഡ്ഷീറ്റുകളാണ് വെക്കുന്നതെന്ന്. ഇതുപോലെ പഴകിയ 1-2 ഷർട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്ന് തച്ചെടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാതുള്ള ബെഡ്ഷീറ്റുകളായാലും വിൻഡോ കർട്ടനുകളായാലും ഒക്കെ ഇതിനുള്ളിൽ വെച്ചിട്ട് കബോർഡിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ മെയിനായിട്ടും ഇങ്ങനെ തച്ചെടുക്കുന്നത് എൻ്റെ മോളുടെ ബുക്കുകളൊക്കെ വെക്കാനായിട്ടാണ്. ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ആ ഒരു ബുക്ക് ചിലപ്പോൾ റെഫറൻസിനൊക്കെ വേണ്ടിയിട്ടായാലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലേ. അപ്പം ഏത് വർഷത്തിലെ ബുക്കാണെന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷനാവും. അപ്പം ഇതുപോലെ ഒന്ന് തച്ചെടുത്തിട്ട് അതിനുള്ളിലേക്ക് വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ എന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കബോർഡിനുള്ളിലെ സ്ഥലവും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഏത് വർഷത്തെ ബുക്കാണെന്ന് വെച്ചാൽ എടുക്കാനും കഴിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഒപ്പം നമ്മുടെ ഇൻസ്റ്റയുടെ പേജും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. എല്ലാവർക്കും ഈദ് മുബാറക്ക്.